നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം കൊച്ചി MG റോഡിലുള്ള ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. ഇവിടെ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ അവരുടെ കച്ചവടം ഇന്ന് ആരംഭിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളൊന്നും ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ചുങ്കത്ത് ജ്വല്ലറിയുടെ MD രാജീവ് പോൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വർധന തന്നെയായിരുന്നു. അപ്പോൾ ഈ 1 ലക്ഷം എന്നാകുന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. ഇന്നങ്ങനെ 1 ലക്ഷം ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ബിസിനസ്സിനെയൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? സ്വർണ്ണ വിപണി കാര്യമായിട്ടൊരു ഇടിവ് ബിസിനസ്സിൽ വന്നില്ലെങ്കിലും, കാരണം വാല്യൂ വൈസ് സ്വർണത്തിൻ്റെ വില ഒത്തിരി കൂടിയ കാരണം വോളിയം നോക്കുമ്പോൾ കുറവ് വന്നുണ്ട്. ഗ്രാം പോകുന്നതിൻ്റെ അല്ലെങ്കിൽ എത്ര കിലോ പോകുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് കുറവ് വന്നുണ്ട്. പക്ഷേ വാല്യൂ വൈസ് ജ്വല്ലേഴ്സിനൊക്കെ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ വാല്യൂ വൈസ് ബിസിനസ് നടന്നുണ്ടാവും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വില അത്ര ആക്സെപ്റ്റബിൾ അല്ല. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് 56,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,01,600 കടന്നിരിക്കുകയാണ്. ഡോളറിന് 1480 എത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമി കൂടുതൽ തളരുന്നു എന്നുള്ളതും, ഇന്ത്യൻ ഇക്കണോമി അമേരിക്കൻ ഡോളറായിട്ട് കുറച്ച് വീക്കായി എന്നുള്ളതും, പിന്നെ കുറേ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉള്ളതും, അതുകൂടാതെ ഫെഡറൽ റിസർവ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറയ്ക്കാൻ പോണു എന്നുള്ളൊരു ശ്രുതിയാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണവില കുറച്ചുകൂടി കൂടുന്നു തന്നെയാണ്. പെട്ടെന്നൊരു ഇടിവിന് ഒരു ചാൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല. നമുക്ക് ഈ ക്രിസ്മസ് ഒക്കെയാണ്. ക്രിസ്മസ് കഴിഞ്ഞാൽ വിവാഹ വിപണിയൊക്കെ സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആളുകളൊക്കെ എങ്ങനെ ഇപ്പോൾ ഈ സ്വർണ്ണം നേരത്തെ ബുക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിലോട്ടൊക്കെ മാറിയിരുന്നു. ഇനി അത് കൂടുതലേ ഉള്ളൂ. സ്വർണത്തിൻ്റെ ബുക്കിംഗ് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് എല്ലാ കല്യാണ പാർട്ടികളും സ്വർണം ബുക്ക് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ വില കൂടിയാൽ ഈ വിലയ്ക്ക്, കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് എന്നുള്ളൊരു കണ്ടീഷൻ മിക്ക ജ്വല്ലറികളും കൊടുത്തിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ് ഒത്തിരി കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വില ആക്സെപ്റ്റ് ചെയ്ത് കിട്ടുക എന്നൊരു പറയുന്നൊരു ബുദ്ധിമുട്ട് ആൾക്കാർക്കുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യാത്ത ആൾക്കാരുടെ ബിസിനസ് സ്വല്പം ഈ ദിവസങ്ങളിൽ കുറയുമായിരിക്കും. പക്ഷേ വൺസ് ഈ വില ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പഴയത് കൊടുക്കുമ്പോഴേ ഈ വില കിട്ടുമെന്ന് തോന്നി ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ബിസിനസ് പിന്നെയും വർദ്ധിക്കുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു പവൻ സ്വർണ്ണ ആഭരണമായിട്ട് വാങ്ങാനായിട്ട് എത്ര തുക മുടക്കേണ്ടി വരും സാധാരണക്കാരൻ? സാധാരണഗതിയിൽ ഈ 1,01,600 ഇന്നിപ്പോൾ വില നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 5% നമുക്ക് പണിക്കൂലിയായിട്ട് വരാം. ഒരു 3% GST വരും. പിന്നെ ഒരു ഹോൾമാർക്കിംഗ് ചാർജും വരും. അപ്പോൾ ഒരു 1,09,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് ഒരു പവൻ്റെ ആഭരണം വാങ്ങിക്കുമ്പോൾ വരും. ആഭരണങ്ങളുടെ പണിക്കൂലി അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ കൂലിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. 1,09,000 തൊട്ട് 1,15,000 വരെ ഓൺ ആൻ ആവറേജ് ഒരു പവൻ എടുക്കുമ്പോൾ ഇപ്പോൾ വരും. നമുക്ക് ഇനി വരുന്ന കാലത്ത് ഏതെങ്കിലും തരത്തിൽ സ്വർണത്തിൻ്റെ വില ഇടിയാനുള്ളൊരു സാഹചര്യം വല്ലതും ഉണ്ടോ? ഇത് പഴയ ഇതിലോട്ട് വരുന്ന സാഹചര്യം ഉണ്ടോ? ഇനി വില ഇടിയുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് എല്ലാ രാജ്യങ്ങളും ഗോൾഡാണ് ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് അവരുടെ കറൻസി ഇറക്കുന്നതിനായിട്ടുള്ള ബെറ്റർ സെക്യൂരിറ്റി ആയിട്ട് അവർ കാണുന്നത്. അപ്പോൾ അതിനൊരു ചേഞ്ച് വരണം. ഇപ്പോൾ ചൈന ആയാലും ഇന്ത്യ ആയാലും റഷ്യ ആയാലും ഒക്കെ ഗോൾഡ് വാരി കൂട്ടുകയാണ്. ആക്ച്വലി വിപണികളിൽ നിന്ന് എടുത്ത് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ETF-കൾക്ക് ബെറ്റർ റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വളരെയധികം കൂടും. ഒപ്പം വിവാഹ ആവശ്യങ്ങൾക്ക് കട്ടി കൂടിയ ആഭരണങ്ങൾ വാങ്ങിക്കുന്നതിന് ഒരു ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്കായിട്ടുള്ളൊരു വിപണി തുറന്നു വരും. ഈ കേരളത്തിൽ തന്നെ 125 ടണ്ണിൻ്റെയൊക്കെ സ്വർണ്ണ ബിസിനസ് ഒരു വർഷം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിലും ഒരു മാറ്റം വരുമോ? ഇനി 125 ടൺ എന്നുള്ളത് ചിലപ്പോൾ വോളിയം വൈസ് ചിലപ്പോൾ ചെറിയൊരു ഇടിച്ചിലുണ്ടാവും. കാരണം ഇപ്പം 125 ചെയ്യുന്നതിൻ്റെ ഒരു 15-20% ചിലപ്പോൾ വോളിയം വൈസ് കുറയും. പക്ഷെ വാല്യൂ വൈസ് ഇപ്പോൾ ഡബിളായ നിലയ്ക്ക് ഒരു ജ്വല്ലർക്കും അങ്ങനെ ഒരു വാല്യൂ ടേൺ ഓവറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അദ്ദേഹം സ്വർണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും വിപണിയിലെ കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്.